ഹായ് ഗായ്സ്, നിങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. പൃഥ്വിരാജിന്റെ ഐ നോബഡി സിനിമ റിലീസായിട്ടുണ്ട്. ഞങ്ങൾ കണ്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ റിവ്യൂ ഒന്ന് നോക്കിയാലോ? അതെ, റോഷാക്കിന് ശേഷം നിസാം ബഷീർ ആണ് പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. സുപ്രിയ പൃഥ്വിരാജാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പടം പറഞ്ഞാൽ ഏകദേശം കുറച്ച് ഡ്യൂറേഷൻ വരുന്നുണ്ട് ഈ പടത്തിന്. അതാണ് കുറച്ച് ലാഗ് പറഞ്ഞാല് ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലാഗ് ഫീൽ ചെയ്യുന്ന ഡ്യൂറേഷൻ കുറച്ച് കൂടുതലുണ്ട്. അതാണ് ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫിലിം കുറച്ച് ലാഗ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സീനുകളും അതിലുണ്ട്. പിന്നെ അതില് എഡിറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് കുഴപ്പമില്ല, എന്നാലും പൃഥ്വിരാജിന്റെ ഷോട്ടൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറെ കൂടെ ഉൾക്കൊള്ളിക്കാമായിരുന്നു അല്ലേ? അപ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും പോലെ തോന്നി. ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയതാണ്. പിന്നെ നമ്മള് ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത്. പിന്നെ അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി കഴിയുന്നതിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ ലാഗായി, ഒരു ലെങ്ത് കൂടിയിട്ട് ഇതായി വരും. പക്ഷെ ടോട്ടലി പറയുകയാണെങ്കിൽ അങ്ങനെ മോശം പറയാൻ പറ്റൂല. കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഫിലിമിൽ നോക്കുകയാണെങ്കിൽ കുറെ എന്താ പറയാ, നമ്മളെ കേരള പോലീസിനെ പറ്റിയിട്ടും പിന്നെ കുറെ റെഫറൻസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ മീഡിയ വൺ, നമ്മുടെ ന്യൂസ് ചാനൽ അത് മീഡിയ 2 പിന്നെ ഒരു ചാനൽ ന്യൂസ് പോലത്തെ മറുനാടൻ മലയാളി ഓരെ മാറ്റിയിട്ട് തനിനാടൻ മലയാളി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെച്ചാല് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു പ്ലോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നുവെച്ചാല് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ അഭിനയിച്ച ആൾക്കാര് മധുബാൽ ആയിക്കോട്ടെ, ഹക്കീം ഷാ ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കരമായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹക്കീം ഷാ ഒക്കെ പാർവതി കുഴപ്പമില്ല. പിന്നെ ഹക്കീം ഷാ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അഭിനയം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാവും. അത്യാവശ്യം കാണാനും രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ പറയാനുണ്ടെങ്കിൽ ഗോ ആൻഡ് വാച്ച്. പടത്തിന് പോവുക, പടം കാണുക, തിരിച്ചു വരിക. അതാണ് പടം.